ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്നുള്ളത് അഴീകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്ന ചൂട്ട് കത്തിക്കലാണ്. പല സ്ഥലത്തും പല പേരിലാണ് ഇത് അറിഞ്ഞു വരുന്നത്. അപ്പം ഞാനിന്ന് കാട്ടാൻ പോകുന്നത് ചൂട്ട് കത്തിക്കൽ. അപ്പം ചില സ്ഥലത്ത് ഇതിന് പടയണി എന്നും പറയും, ചില സ്ഥലത്ത് ചൂട്ട് കത്തിക്കലെന്നും പറയും. അപ്പം ചില സ്ഥലത്ത് പല പേരിലാണ് ഈ ചൂട്ട് കത്തിക്കലിൻ്റെ പേര് അറിഞ്ഞു വരുന്നത്. അതേപോലെ ഇവിടെ പണ്ടോട്ട് നടന്നു വരുന്ന ആചാരമാണ് ഇത്. അനുഷ്ഠാനവും ആചാരങ്ങളുമാണ് ഈ ചൂട്ട് കത്തിക്കൽ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അവർ ഓരോ സ്ഥലത്തുനിന്ന് ചൂട്ടുകൾ, ഓലകളെടുത്ത് ചൂട്ടിന് വേണ്ടിയിട്ട് ഉണക്കി കെട്ടിവെക്കും. അത് പിന്നെ ഒരു പറമ്പിൽ നിന്ന്, ദേവസ്വം പറമ്പെന്നാണ് ആ പറമ്പിൻ്റെ പേര്, ആ പറമ്പിൽ നിന്ന് കൊട്ടി ദേവിക്ക് പൂജിച്ച ചൂട്ടുകളാണത്. 4 ചൂട്ടുകൾ അവർ കൊണ്ടുപോയി പറമ്പിൽ കൊണ്ടുപോയി കെട്ടി ആ മാലയിലായിട്ട് രാവിലെ കൊട്ടി കൊണ്ടുവരും. എന്നിട്ട് ആ ചൂട്ടുകൾ കുഴിച്ചിടും. അങ്ങനെ എല്ലാ ചൂട്ടുകളും രാവിലെ കുഴിച്ചിട്ട് വൈകിട്ട് 6:30 ആകുമ്പോഴാണ് കത്തിക്കാൻ തുടങ്ങുന്നത്. ആ കത്തിക്കുമ്പോഴുള്ള ഭംഗി കണ്ടില്ലേ, നല്ല ആസ്വദിച്ച് കാണാനുള്ള സ്ഥലമാണ് ഈ ചൂട്ട് കത്തിക്കൽ. അതിൻ്റെ ഇടയ്ക്ക് കൂടി ആൾക്കാർ കത്തിക്കാനും നടക്കാനും, അതായത് കത്താൻ വേണ്ടി ആ ഓലകൾ കെട്ടിയിട്ടുണ്ട്. അത് അഴിച്ചു കൊടുത്താലാണ് കത്തുള്ളൂ. അപ്പം കുഞ്ഞിപ്പിള്ളേർ തൊട്ട് വലിയ ആൾക്കാർ വരെ, എന്നാൽ ഈ നടത്തി വരുന്ന ആൾക്കാരുണ്ട്, അവരാണ് ഈ സംഭവം ചെയ്യുന്നത്. അപ്പോൾ ആ കാഴ്ചകൾ നമുക്കിന്ന് പോവാം. ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. നിറയെ തീപ്പൊരിയെല്ലാം തെറിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് കാര്യമുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഇത് കണ്ടിരിക്കണം. മാക്സിമം ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പള്ളുരുത്തി അഴീകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ കാഴ്ചകൾ.